ഇന്ന് പാകിസ്ഥാനേക്കാൾ വലിയ ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യയേക്കാൾ വളർച്ചാ നിരക്ക് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും അതിശയപ്പെടും. അങ്ങനെ എന്നാൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പിടിച്ചു നിർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ഈ നിലപാടുകൾ തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അന്ന് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ സമ്പദ് വ്യവസ്ഥയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനുമായി പിളർന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ വലിയ വെല്ലുവിളികൾ നേരിട്ടു. വിദ്യാഭ്യാസം, ആരോഗ്യം, സംരക്ഷണം, വികസനം, അങ്ങനെ നിരവധി മേഖലകൾ തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതെല്ലാം ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കണമെന്ന ആഗ്രഹം ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ ഘട്ടം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 4 ദശകങ്ങൾ ഒന്ന് വേഗത്തിൽ നോക്കിയാൽ നമുക്ക് കണക്കുകൾ നൽകുന്ന ചിത്രം വളരെ രസകരമാണ്. വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലായിരുന്നു. അതേസമയം ഇന്ത്യ പിന്നിലായിരുന്നു. 1961 മുതൽ 1980 വരെ പാകിസ്ഥാൻ്റെ വളർച്ചാ നിരക്ക് പ്രതിവർഷം 6% ഉയർന്നു. അതേസമയം ഇന്ത്യയുടേത് 4% നിലകൊണ്ടു. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഗണ്യമായ വ്യാപാരം പാകിസ്ഥാന് വലിയ സഹായമായി. അത് അവരുടെ സാമ്പത്തിക ശക്തിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായി. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് അവർക്ക് സഹായം ലഭിച്ചു. കോടിക്കണക്കിന് ഡോളറിൻ്റെ സൈനിക സഹായം കിട്ടി. പശ്ചിമേഷ്യയിലെ മറ്റ് സമ്പന്നമായ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് സംഭാവനകൾ വന്നു. അങ്ങനെ പാകിസ്ഥാന് നല്ല ഒരു സാമ്പത്തിക അടിത്തറ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. എന്നാൽ ഇന്നത്തെ പാകിസ്ഥാൻ നോക്കൂ, തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറി പാകിസ്ഥാൻ. ഇന്ന് പാകിസ്ഥാന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു മോശം ചിത്രം ആണ് ഉള്ളത്. തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ഈ തെറ്റായ രീതിയാണ് പാകിസ്ഥാന് തകർച്ചയിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം മാർഗവും ലക്ഷ്യത്തെപ്പോലെ മനോഹരമായിരിക്കണം എന്ന നിലപാടാണ് പലപ്പോഴും ഇന്ത്യൻ ദേശീയവാദികൾ ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോയത്. പാകിസ്ഥാൻ മുന്നിൽ കണ്ടത് ഈ തീവ്രവാദവും അതുപോലുള്ള മതരാഷ്ട്രവാദവും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ വിജയിച്ചു, പക്ഷേ പിന്നീട് പാളിപ്പോയി. ഇന്ന് പാകിസ്ഥാൻ കടബാധ്യതയുടെ നടുവിലേക്ക് വീണിരിക്കുന്നു, തകർച്ചയിലേക്ക് വീണിരിക്കുന്നു. പാകിസ്ഥാൻ വിദേശ സഹായത്തിന് കൈനീട്ടുകയാണ്, വായ്പകൾക്ക് കൈനീട്ടുകയാണ്. ഇന്ന് മറ്റ് ലോക രാജ്യങ്ങളുടെ സഹായം കിട്ടിയാൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന്, അതായത് IMF-ൽ നിന്ന് ആവർത്തിച്ച് കടമെടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ $7 ബില്യൺ ഒരു പാക്കേജാണ് സ്വീകരിക്കുന്നത്. 2024 IMF അതിന് അംഗീകാരം നൽകി. അത് IMF-ൽ നിന്ന് എടുക്കുന്ന 24ാമത്തെ ഒരു വായ്പാ പാക്കേജാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. 2024 കണക്ക് പരിശോധിച്ചാൽ പാകിസ്ഥാൻ്റെ GDP $374 ബില്യൺ ആയിരുന്നു. എന്നാൽ ഇന്ത്യയുടേത് $4.2 ട്രില്യൺ. 2022 കണക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ GDP $3.39 ട്രില്യൺ ആയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ്റേത് $376 ബില്യൺ. അപ്പോൾ 800% വർധനവാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് വ്യക്തമാകും. പ്രതിശീർഷ GDP-യുടെ കാര്യം പരിശോധിച്ചാലും ഇത് വ്യക്തമാകും. ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഏറെ മുന്നിൽ. 2014 $1560 ആയിരുന്നു ഇന്ത്യയുടെ പ്രതിശീർഷ GDP. 2024 അത് $2711 ഉയർന്നു. ഇനി പാകിസ്ഥാൻ്റെ പ്രകടനവുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലാണ് എന്ന് വ്യക്തമാകും. 2014 $1424 നിന്ന് 2024 ആകുമ്പോഴേക്കും അത് $1581 മാത്രമാണ് അവിടെ വർദ്ധിച്ചത്. അതായത് 11% ഒരു വളർച്ച രേഖപ്പെടുത്തി. ഇനി പണപ്പെരുപ്പത്തിൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. 2015 4.9% ഇന്ത്യയിലെ പണപ്പെരുപ്പം. 2024 ആകുമ്പോഴേക്കും അത് കൂടുതൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞു. 4.7% അത് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു.
മറുവശത്ത് പാകിസ്ഥാനിൽ 2015 പണപ്പെരുപ്പം 4.5%. 2024 സാഹചര്യം ഒന്ന് നോക്കൂ. 23.4% പണപ്പെരുപ്പം കുതിച്ചുയർന്നിരിക്കുകയാണ്. അരി, മാവ്, പച്ചക്കറികൾ, പഴങ്ങൾ, ചിക്കൻ തുടങ്ങി സാധാരണ ഭക്ഷണ സാധനങ്ങളെല്ലാം വലിയ വിലക്കയറ്റം നേരിടുന്നു. അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നു. അരിയുടെ വില കിലോയ്ക്ക് 340 രൂപയായി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അവിടുന്ന് വരുന്നു. കോഴിയിറച്ചിയുടെ വില ഏതാണ്ട് 800 രൂപയായി ഉയർന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരു താരതമ്യത്തിന് വിധേയമാക്കുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം എന്നത് $688 ബില്യൺ കൂടുതലാണ്. പാകിസ്ഥാനിലേത് ഇത് കഷ്ടിച്ച് $15 ബില്യൺ കുറഞ്ഞിരിക്കുന്നു. വ്യാപാരത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യ മുന്നിലാണ്. 2023 ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കയറ്റുമതി $779.45 ബില്യൺ ആയിരുന്നു. അതേസമയം പാകിസ്ഥാൻ്റേത് $35.41 ബില്യൺ മാത്രമാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വ്യാപാരം, കയറ്റുമതി, ഇറക്കുമതി എന്നിവ 2023 പാകിസ്ഥാനോട് താരതമ്യം ചെയ്യുമ്പോൾ അത് 17 മടങ്ങ് കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാന ഘടകം തൊഴിലില്ലായ്മയാണ്. 2018 8.9% ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക്. അത് തന്നെ കൂടുതലാണ് എന്ന് വിമർശിക്കുന്നവരുണ്ടായിരുന്നു. 2025 ആകുമ്പോഴേക്കും ഈ തൊഴിലില്ലായ്മ നിരക്ക് 4.9% ആക്കി കുറയ്ക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. അതിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ ഒരു സാഹചര്യം നോക്കിയാൽ 2018 അത് 5.8%. പാകിസ്ഥാൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് 2025 8% ഉയർന്നിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു താരതമ്യം പല രാജ്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അങ്ങേയറ്റം തകർന്നിരിക്കുന്നു. ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തന്ത്രമായാണോ പാകിസ്ഥാൻ ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ഏതായാലും ഇരു രാജ്യങ്ങൾക്കിടയിലും സൈനിക സംഘർഷ സാഹചര്യം ശക്തമായി വരികയാണ്. അത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. അത് ഒരു വലിയ ചോദ്യം കൂടി അവിടെ ഉയർത്തുകയാണ്. ബലൂചിസ്ഥാനിൽ നാഷണൽ പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സർദാർ അക്തർ മെഗലിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമാണ്. കാരണം ഈ ബലൂജ് പോരാളികളെ പാകിസ്ഥാൻ പട്ടാള മേധാവി കഴിഞ്ഞ ദിവസം വല്ലാതെ പരിഹസിച്ചിരുന്നു. അവരെ ആക്രമിക്കുമെന്നും ആ അക്രമത്തിൻ്റെ വേദന അവർ 10 വർഷം കഴിഞ്ഞാലും മറക്കില്ല എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് മറുപടിയായി ഇപ്പോൾ സർദാർ അക്തർ മെഗലിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. 1971 ലജ്ജാകരമായ തോൽവി ഓർമ്മയുണ്ടോ എന്നാണ് അദ്ദേഹം പാകിസ്ഥാനോട് ചോദിക്കുന്നത്. 90,000 സൈനികരുടെ കീഴടങ്ങൽ ഓർമ്മയുണ്ടോ എന്നാണ് അസിം മുനീറിനോട് അദ്ദേഹം ചോദിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം അതൊന്നും ഒരിക്കലും മറക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. തങ്ങളെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രഹരം ഒരിക്കലും 10 വർഷം കഴിഞ്ഞാലും മറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ നൽകിയ പ്രഹരം ഓർമ്മയുണ്ടോ എന്ന് അദ്ദേഹം പാകിസ്ഥാനോട് ചോദിക്കുന്നു. ആയുധങ്ങൾ മാത്രമല്ല പാകിസ്ഥാൻ പട്ടാളം അന്ന് അടിയറവ് വെച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ബലോചിസ്ഥാന് നൽകുന്ന ശിക്ഷ 10 തലമുറകൾ ഓർക്കും എന്ന പാകിസ്ഥാൻ പട്ടാള മേധാവി പറയുമ്പോൾ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യയുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നത് അവർ ഓർക്കുന്നുണ്ടോ എന്നുകൂടി ആണ് ഇപ്പോൾ അവിടെ നിന്നുള്ള പോരാളികൾ ചോദിക്കുന്നത്. നിങ്ങളുടെ പാൻറ്റുകൾ വരെ അവർക്ക് ഉരിക്കൊടുത്തല്ലേ രക്ഷപ്പെട്ടത് എന്ന് അദ്ദേഹം ആഞ്ഞടിക്കുന്നു. ഇതിന് പാകിസ്ഥാൻ പട്ടാള മേധാവിക്ക് ഉത്തരമില്ല. പക്ഷേ ഈ വലിയ സാമ്പത്തിക ദുരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയതിൻ്റെ കാരണം തെറ്റായ ഒരു നയമാണ്. ആ തെറ്റായ രാഷ്ട്രീയ നയം തിരുത്താൻ പാകിസ്ഥാൻ തയ്യാറാകുമോ എന്ന ചോദ്യം പാകിസ്ഥാൻ അകത്തു നിന്ന് തന്നെ ഉയരുകയാണ്.